കേസ് ഒതുക്കാൻ കോഴ ആവശ്യപ്പെട്ടെന്ന വിജിലൻസ് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. തനിക്കെതിരായ ആരോപണത്തിന് തെളിവുകളുടെ പിന്തുണയില്ല എന്ന് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശേഖർ കുമാർ പറയുന്നു. അതേസമയം കേസിൽ ജാമ്യം ലഭിച്ച 3 പ്രതികൾ വിജിലൻസ് ഓഫീസിൽ ഹാജരായി. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ല എന്ന് വിജിലൻസ് SP S. ശശിധരൻ പറഞ്ഞു. അഴിമതിക്കെതിരെ സന്ധിയില്ല പോരാട്ടമെന്നും വിജിലൻസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് തന്ന പരാതി നമ്മൾ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. ആ പ്രിലിമിനറി വെരിഫിക്കേഷനിൽ അത് കൃത്യമാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത് ഇതിലേക്ക്. കസ്റ്റഡിയുടെ സമയത്ത് പ്രതികളെ നമ്മുടെ പൂർണ്ണമായിട്ട് സഹകരിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഗാഡ്ജറ്റ്സിൻ്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വോളമിനസാണ്, കിട്ടട്ടെ. തിരിച്ചടിയാണോ ജാമ്യം? അങ്ങനെ കരുതേണ്ടതില്ല. നമ്മൾ ഒരാഴ്ച നമുക്ക് ഞായറാഴ്ച വെച്ച് ബാക്കി ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിജിലൻസ് ഓഫീസിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ഇടനിലക്കാരനും പരാതിക്കാരനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഇന്ന് പുറത്തു വന്നു. അതുപോലെ ഈ ഇടനിലക്കാരും അതുപോലെ ശേഖർ കുമാറും ഒക്കെയായി എന്താണ് ബന്ധം, എന്താണ് ഇടപാട്, കൂടുതൽ പേർ ഇതിൻ്റെ വലയിലായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായൊരു അന്വേഷണം ആവശ്യമുണ്ട്. വിജിലൻസ് അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളിലുമാണ്. പുതിയ വിവരങ്ങൾ എന്താണ് വിഷ്ണു? ഈ ഇ.ഡി. കേസ് ഒതുക്കാൻ വേണ്ടിയുള്ള കോഴ, അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ നൽകിയ വിവരങ്ങളും അത് സാധൂകരിക്കുന്ന തെളിവുകളും ഒക്കെ വിജിലൻസിന്റെ പക്കലുണ്ട്. പക്ഷേ ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിനെയും ഈ കേസിലെ 2 മുതൽ 4 വരെ പ്രതികളായ ആളുകളുടെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഇതുവരെ വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല. അതിലേറ്റവും നിർണായകമാക്കുക ഈ 2 മുതൽ 4 വരെ പിടിയിലായ പ്രതികളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ വിജിലൻസ് സമാഹരിച്ചിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണ വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 1-ാം പ്രതി ശേഖർ കുമാറിനെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ഒരു വിലയിരുത്തൽ. അതിനൊരു 2-3 ദിവസം കൂടി സമയമെടുക്കും. പക്ഷേ ഇതിനിടയിലാണ് ഈ പ്രതികളെ, ഈ 2 മുതൽ 4 വരെയുള്ള പ്രതികളെ വിജിലൻസ് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. കോടതി ഇന്നലെ അവർക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും 7 ദിവസം വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായി അവരുടെ അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 7 ദിവസത്തിനിടയിൽ പരമാവധി വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടാനാകും, അല്ലെങ്കിൽ ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ഒപ്പം വിജിലൻസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ മൊഴിക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. കാരണം കുറ്റപത്രവുമായി പ്രത്യേകിച്ച് ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥനാണ് അപ്പുറത്തുള്ളത്, 1-ാം പ്രതിയായി നിൽക്കുന്നത്. അയാൾക്കെതിരെ കേവലം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് തുടർ നടപടികളൊക്കെ മുന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് സാങ്കേതിക തെളിവുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ അനിവാര്യമാണ്. അത് സമാഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ ഈ വിജിലൻസ് ഉള്ളത്. ഇതിനിടയിലാണ് ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കാരനെതിരെ അതിരൂക്ഷ വിമർശനം ഈ ഹർജിയിൽ പറയുന്നുണ്ട്. പരാതിക്കാരനെതിരെ ഇ.ഡി. കേസുണ്ട്. ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് തെറ്റായ ദിശയിലേക്ക് വ്യാജപ്രചരണം നടത്തുന്നതിന് വേണ്ടി അനീഷ് ബാബു ശ്രമിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയത്. തനിക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ല എന്ന് ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഉടൻ അടുത്ത ദിവസം തന്നെ പരിഗണിക്കുകയും ചെയ്യും. ഈ കേസ് വളരെ ശക്തമായി വിജിലൻസ് കൊണ്ടുപോകുമ്പോൾ ഇ.ഡി. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഇ.ഡിയുടെ ഭാഗത്തുമുണ്ട്. അങ്ങനെ ഒരു ഏജൻസികൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നും സംശയമായി നിൽക്കുന്നു. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള സാധ്യമായ എല്ലാ നീക്കങ്ങളും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്.